പെൺമക്കളുള്ള രക്ഷിതാക്കൾ ഇത് മുഴുവൻ കേൾക്കണേ. അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മെ അത് അപകടത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ ജീവിതത്തെ അത് തകർത്ത് കളയും. ഒരു വേള നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മിൽ നിന്ന് പറിച്ചെടുക്കാൻ അത് കാരണമായി തീരും. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ സന്താനങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവൻ കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നല്ല പോസിറ്റീവ് എനർജിയോടെ ഇരിക്കില്ലേ? ഈ ഒരു ഹംദ് കൊണ്ട് നമുക്ക് പോസിറ്റീവ് എനർജി ലഭിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം, പെൺകുട്ടികളുടെ മാതാപിതാക്കൾ വളരെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അപകടങ്ങളുണ്ടാകും. ഒരു വേള നമ്മുടെ മക്കൾ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ അത് കാരണമാകും. എന്നാൽ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുക. മക്കൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണായാലും പെണ്ണായാലും നമുക്ക് പടച്ചോൻ തന്നാണല്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ സന്താനങ്ങൾ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് പടച്ചോൻ്റെ. ആൺകുട്ടികൾ മോശമാണെന്നല്ല, എനിക്ക് ആൺകുട്ടിയാണ് ഉസ്താദേ, ഞങ്ങൾക്കൊന്നും കൂലിയില്ലേ എന്നുള്ളൊരു കമൻറ്റ് വരാതിരിക്കാൻ ഞാൻ മുൻകൂട്ടി പറയാണ്. ആൺകുട്ടികൾക്ക് മഹത്വമുണ്ട്, പക്ഷേ പെൺകുട്ടികൾ അതൊരു വല്ലാത്ത അനുഗ്രഹം തന്നെയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. പെൺമക്കളുള്ള മാതാപിതാക്കളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേ കാണട്ടെ. പെൺമക്കളുള്ളവർ അല്ലാഹു റബ്ബുൽ ആലമീൻ മാഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. ചില ആളുകളുണ്ട്, ഈ പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ അവർ പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ മാത്രമുള്ള ചില ആളുകളാണ്. അവരുടെ ഡ്യൂട്ടി പ്രസവിക്കില്ല, വേറെ പരിപാടിയൊന്നും അവർക്കില്ല. അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെടേണ്ട ഒരു വിഭാഗമാണ് പെൺകുട്ടികൾ എന്ന ഒരു മിഥ്യാധാരണ ചില ആളുകൾക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പെണ്ണിന്, ഒരു സ്ത്രീക്ക് ജനിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത കാലത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറയണത് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവൾ ഉമ്മയാണ്, അവൾ ഇണയാണ്, അവൾ പെങ്ങളാണ്, എല്ലാം ആകുമ്പോഴും അവൾക്ക് അവളുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട് എന്ന് പഠിപ്പിച്ചെന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്തുകൊണ്ട് പെൺകുട്ടിക്ക് മഹത്വം കൊടുക്കുന്നു കൂടുതലെന്ന് പറഞ്ഞാൽ അത് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പം നമുക്ക് പെൺകുഞ്ഞുങ്ങൾ ലഭിച്ചാൽ 5 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻസോടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഒന്നാമത്തേത് അൻ തഷ്കുറ ലില്ലാഹി ഇദാ വഹബല്ലാഹുൽ ബനാത്ത്. അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്കൊരു പെൺകുഞ്ഞിനെ തന്നാൽ നീ അള്ളാഹുവിന് നന്ദി ചെയ്യണം. ഇപ്പോൾ ലേബർ റൂമിൽ നിന്ന് ആൾ വരികയാണ്, വൈഫിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആമിനയുടെ ആളുണ്ടോ? ഉണ്ട് സിസ്റ്റർ. ആൺകുട്ടിയായിരിക്കും, ഓടി വാ. എല്ലാവരും അടുത്ത് ചെന്നു. ചെല്ലുമ്പോഴത്തേക്കും പ്രസവിച്ചു കേട്ടോ, ഇത്ര ടൈമിനാണ് പ്രസവിച്ചത്, പെൺകുട്ടിയാണ്. മുഖത്ത് പെട്ടെന്നൊരു മ്ലാനത. അത്ര നേരം ചിരിച്ച ആകാംക്ഷയോടെ ഇരുന്ന അവൻ്റെ മുഖത്ത് പെട്ടെന്നൊരു മ്ലാനത പിടിപെട്ടു. അവൻ അള്ളാനെ സ്തുതിച്ചില്ല. എല്ലാം കഴിഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞാൽ അള്ള തരണതല്ലേ എല്ലാം, പെണ്ണായാലും ആണായാലും നമുക്കെന്താ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, പടച്ചോൻ തന്നതല്ലേ, എല്ലാം നല്ല മക്കളാവട്ടെ. അങ്ങനെ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ. അവസാനം അത് പറയുന്നത് ആർക്ക് വേണ്ടിയാണോ? പെൺകുഞ്ഞാണെന്ന് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ ഒരു മന്ദസ്മിതം തൂകണം, വല്ലാത്തൊരു സന്തോഷം. പെൺകുഞ്ഞ് നിനക്ക് സന്തോഷം കൊണ്ടുവരുമെന്നല്ലേ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ പെൺകുഞ്ഞ് നിനക്ക് ലഭിച്ചത് വലിയ അനുഗ്രഹമാണ്. ആ സമയത്ത് ദുഃഖിക്കുകയല്ല വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ഖുർആനിൽ അല്ലാഹുവിൻ്റെ അധ്യാപനമുണ്ട്, ഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. പെൺകുഞ്ഞ് ലഭിച്ചു എന്ന സന്തോഷവർത്തമാനം അറിയിക്കപ്പെട്ടാൽ, അപ്പോൾ പെൺകുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, ആഹ്ലാദമാണ് എന്ന് റബ്ബുൽ ആലമീൻ എത്ര കൃത്യമായിട്ടാണ് പടച്ചോൻ പറയണത് ഇല്ലേ? പെൺമക്കൾ സന്തോഷമാണ്. അപ്പോൾ ഒരിക്കലും പെൺകുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് നിൻ്റെ മുഖം ദുഃഖത്തിലാഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ നീയും ജാഹിലിയ കാലഘട്ടത്തിലെ ആ വിവരദോഷികളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപലക്ഷണമായി പെൺകുഞ്ഞിനെ കണ്ടിട്ട് കൊന്നു കുഴിച്ചു മൂടിയിരുന്ന മനുഷ്യരുണ്ടായിരുന്നു.
പെൺകുഞ്ഞാണ് ജനിച്ചതെങ്കിൽ അപ്പം തന്നെ ഒരു കുഴി വെട്ടിയിട്ട് ജീവനോട് കുഴിച്ചു മൂടുക. യാ അല്ലാ, ഒന്നാലോചിച്ചൊക്കെ ഒരിക്കലൊരു സ്വഹാബി വന്നിട്ട് ഇങ്ങനെ പറയാനുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയെ. കരയാണ്. എന്താണെങ്കിലും പറഞ്ഞു, എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു യാ റസൂലല്ലാ, എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു, നല്ല സുന്ദരിയായ മോള്. നാട്ടുകാർക്കിടയിൽ ഞാൻ വലിയ കേമനായതുകൊണ്ട് ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും പെൺകുട്ടിയെ വകവരുത്തണം. പക്ഷേ എൻ്റെ ഭാര്യയുടെ പിടിവാശി, സാരല്ല നമുക്ക് ആകെയുള്ളൊരു കുഞ്ഞല്ലേ, അവളെ നിങ്ങൾ കൊല്ലരുത്. എൻ്റെ കാല് പിടിച്ച് അവൾ കരഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിനെ വളരാനിങ്ങനെ സമ്മതിച്ചു. അവൾ വളർന്നു. ആ വളർച്ച വളരെ മനോഹരമായിരുന്നു അല്ലേ. പാപ്പാന്ന് വിളിച്ച് എൻ്റെ മടിയിൽ കയറി അവളിങ്ങനെ കളിക്കും. എന്നോടൊപ്പമാണ് അവൾ കളിക്കുക, ഓടി നടക്കുക, എല്ലാം എൻ്റെ കൂടെയാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോളിങ്ങനെ വളർന്ന് വലുതായപ്പോൾ ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതേ പോണ് പെൺകുഞ്ഞിൻ്റെ തന്ത പോണ്, എന്നെ കളിയാക്കാൻ തുടങ്ങി നബിയെ. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒരിക്കലും ദൂരെ ഞങ്ങളുടെ കുടുംബക്കാരുടെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുക്കൽ സമ്മതം ചോദിച്ച് എൻ്റെ പെൺകുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോവാ. എൻ്റെ ഭാര്യ എന്നോടൊപ്പം എൻ്റെ മോളയച്ചു. ഞാനിങ്ങനെ എൻ്റെ മോളുമായിട്ട് പോയി. കുറേ ദൂരം അങ്ങ് പോയി. ആരുമില്ലാന്ന് ഉറപ്പായപ്പോൾ ഒരു പൊട്ടക്കിണറ്റിൻ്റെ അടുത്തെത്തി നബിയെ. എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, ഒന്ന് എത്തി നോക്ക് മോളെ, അതിൻ്റെ അകത്ത് എന്താണെന്ന് കാണാമല്ലോ. എൻ്റെ മോളിങ്ങ് നോക്കുമ്പോഴേക്ക് ഞാൻ എൻ്റെ മോളുടെ കാലിൽ പിടിച്ചിട്ട് ആ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടു നബിയെ. ചെളിയിലിങ്ങനെ ആഴ്ന്നു പോകുമ്പോഴും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോള്, വാപ്പാ വാപ്പാ വാപ്പാ, എന്നെ രക്ഷിക്ക്, ഞാൻ മരിക്കാണ് എന്നെൻ്റെ കുഞ്ഞു പറയുന്നുണ്ടായിരുന്നു നബിയെ. അവളുടെ ആ ശബ്ദം നിലക്കണത് വരെ ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ രക്ഷിച്ചില്ല നബിയെ. ആ ശബ്ദം ഇല്ലാണ്ടാകുന്നത് വരെ ഞാൻ അവിടെ നിന്നു. യാ റസൂലല്ലാ, എനിക്ക് അല്ലാഹു പുറത്തു തരുമോ നബിയെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയാൻ. നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ക്രൂരമായ ശിക്ഷക്ക് വിധേയമാക്കിയേനെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട് പെൺകുട്ടികളെ പഴയ കാലത്ത്. അതിൻ്റെ ഒരു വേറെ പതിപ്പാണ് ഇന്നത്തെ ആൾക്കാർ. ചില ആളുകളുണ്ട്, ചില അമ്മായിയമ്മമാർ, അവൾ പെറ്റത് 4 പെണ്ണാണ്. പെണ്ണിനെ പെറുള്ളൂ, ആണിനെ പെറാനുള്ളൊരു ഇതൊന്നുമില്ല, ആണിനെയൊന്നും പെറൂല. ഒരു ശകുനം പിടിച്ചത്. ഈ പറയണത് ഒരു പെണ്ണാണെന്ന് ഓർക്കണം. ഇവളീ പറയണ അമ്മായിയമ്മയില്ലേ, ഇവരൊരു പെണ്ണാണെന്ന് ഓർക്കണ്ടേ? അപ്പം ഇവർ തരം താഴ്ത്തി കാണണോ? പെണ്ണിനെ പ്രസവിക്കുന്നവൾ ഭാഗ്യവതിയാണ്. യാ അല്ലാ, എത്ര മോശം, എത്ര സഹോദരിമാരങ്ങനെ വേദനിക്കുന്നുണ്ട്. ഞാൻ എത്ര പേരെ കണ്ടിട്ടെന്നറിയോ? പെൺകുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ ക്രൂരമായി അമ്മായിയമ്മയുടെ വേട്ടയാടലുകൾ, ഭർത്താവിൻ്റെ വഴി കേൾക്കേണ്ടി വരുന്നവൾ. അവളാണോ തീരുമാനിക്കണത് ഉള്ളിൽ പെണ്ണാണോ എന്നൊക്കെ? നീയൊക്കെ മുസ്ലിമാണെന്ന് നിന്നെക്കുറിച്ച് പറയാൻ പറ്റുമോ? എടോ, അത് അള്ളാൻ്റെ കയ്യിലിരിക്കണ കാര്യമല്ലേ. ഇനി കുറ്റം പറയുകയാണെങ്കിൽ നിന്നെ കുറ്റം പറയണം, ആണിനെ കുറ്റം പറയണം. കാരണം എന്താ? XY ക്രോമസോമുകൾ നിൻ്റെ കയ്യിലേ ഉള്ളൂ. പെണ്ണിൻ്റെ കയ്യിൽ എക്സും ക്രോമസോമും മാത്രമേ ഉള്ളൂ. നിൻ്റെ കയ്യിലുള്ള വൈയും പെണ്ണിൻ്റെ കയ്യിലുള്ള എക്സും കൂടെ ചേർന്നാലാണ് ആൺകുട്ടി ജനിക്കുക. നിൻ്റെ കയ്യിലുള്ള എക്സും പെണ്ണിൻ്റെ കയ്യിലുള്ള എക്സും കൂടെ ചേർന്നാൽ പെൺകുട്ടി ജനിക്കും. അപ്പം നിൻ്റെ കയ്യിലെ വൈ അങ്ങോട്ട് എത്തിയിട്ടില്ല, എക്സാണ് എത്തിയത്. അപ്പോൾ ശരിക്കും നീയാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. വെറുതെ രസകരമായി പറയുകയാണെങ്കിൽ ശരിക്കും കുറ്റം പറയേണ്ടത് നിന്നെ അല്ലേ? ഇവിടെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണിത്. ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീനാണ്. അല്ലാതെ കുറേ അവൾ പെറ്റത് മുഴുവൻ പെണ്ണാണ്, അവൾ പെറ്റത് മുഴുവൻ പെണ്ണാണെങ്കിൽ എന്താ നീ അവരെ സഹായിച്ചത്? എത്ര മോശമാണ് യാ അല്ലാഹ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ചിന്ത തന്നെ പാടില്ല. ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ നീ ആദ്യം തന്നെ പറയണം, അൽഹംദുലില്ലാ, എൻ്റെ നാഥൻ എനിക്ക് തന്ന അനുഗ്രഹം ഉണ്ടല്ലോ. വേണമെങ്കിൽ നീ ശുക്റിൻ്റെ സുജൂദ് ചെയ്തോ മോനെ, അള്ളാഹ്ക്ക് നന്ദി പറഞ്ഞോ മോനെ. പടച്ച റബ്ബ് നിനക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചു തരും. അതൊരു അഭിമാനമായിട്ട് കരുതണം. അപ്പോൾ സന്തോഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സ്വീറ്റ്സ് കൊടുക്കുക. ചില ആളുകൾ ആൺകുട്ടി ജനിച്ചാൽ സ്വീറ്റ്സ് കൊടുക്കാറുണ്ട്, പെൺകുഞ്ഞ് ജനിച്ചാലും സ്വീറ്റ്സ് കൊടുക്കാം കേട്ടോ. അപ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായൊരു അനുഗ്രഹമാണ് നിനക്ക് ലഭിച്ചത്. ആ അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെട്ട ആ കുട്ടിയെ വളർത്തി നോക്കിയേ, നിൻ്റെ ജീവിതം ഇങ്ങനെ നാൾക്ക് നാൾ പച്ച പിടിക്കുന്നത് കാണാം. അള്ളാഹു അത് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ കാര്യം, അല്ലാ യുഖസ്സിറ അലൈഹൽ ബനീൻ,
പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് സ്ഥാനം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. നിനക്ക് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിലേ വീട്ടിൽ ആൺകുട്ടികൾക്ക് വലിയ സ്ഥാനം, പെൺകുട്ടികളെ ഒരു മോശമായി കാണുക, പെൺകുട്ടികളെ രണ്ടാം തരക്കാരായി കാണുക. നീ കൂടുതൽ പുന്നാരിക്കുന്നത് താലോലിക്കുന്നതൊക്കെ ആൺകുട്ടിയാണ്. ചില ഉമ്മമാർ കൂടുതലും സ്ത്രീകളാണ്. ആൺകുട്ടി ജനിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഒരു സന്തോഷം. ആൺകുഞ്ഞിനെ കൂടുതൽ താലോലിക്കുക, ആൺകുഞ്ഞിനെ കൂടുതൽ പുന്നാരിക്കുക, പെൺകുട്ടിയെ തഴയുക. നീ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിക്കേണ്ടവളാ. അവന് അത് കൊടുക്കടി, അവനിത് കൊടുക്കടി, അവക്കും ഇന്നൊന്നും കൊടുക്കൂല. അങ്ങനെയൊക്കെ കുറേ ഉമ്മമാരുണ്ട്. ഒരിക്കലും ചെയ്യരുത് കേട്ടോ, അക്രമാണത്. അള്ളാഹ് നിങ്ങളെ വെറുതെ വിടൂല, പടച്ചോ നിങ്ങളെ വെറുതെ വിടൂല. ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന അത് ആണായാലും പെണ്ണായാലും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പ്രയോറിറ്റീസ് ഒരുപാടുണ്ടെന്നേ. ആൺകുട്ടികൾക്ക് എവിടെയും സ്വീകാര്യതയുണ്ട്. പെൺകുഞ്ഞുങ്ങൾ തഴയപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് പോലും ആ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെങ്കിൽ എത്ര വലിയ അപകടം അത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് സ്ഥാനം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മൻ കാന ലഹു ഉൻസ വലം യുദിഹ വലം യുഹിൻഹ വലം യുസിർ വലദഹു അലൈഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മനുഷ്യർ പെൺകുട്ടി ജനിച്ചു, അയാൾക്ക് ആൺകുട്ടിയുണ്ട്, പെൺകുഞ്ഞ് ജനിച്ചിട്ട് അവൻ കൊന്നു കുഴിച്ചു മൂടിയില്ല, അതുപോലെ അവളെ നിസ്സാരമായി കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ആൺകുട്ടിയേക്കാൾ അവളുടെ സ്ഥാനം ഇടിച്ചു താഴ്ത്തിയില്ല, അതായത് അവളെക്കാൾ സ്ഥാനം ആൺകുട്ടികൾക്ക് കൊടുത്തില്ല. അങ്ങനെയാണെങ്കിൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആണിനെയും പെണ്ണിനെയും നമ്മുടെ മക്കളാണ് ഒരുപോലെ കാണാൻ നോക്ക്. എന്ത് രസമായിരിക്കും ജീവിതം. ആ പെൺകുഞ്ഞിൻ്റെയും ആൺകുഞ്ഞിൻ്റെയും ചിരികളികളൊക്കെ എന്ത് രസമല്ലേ. അപ്പോൾ കുട്ടികളെ വേർതിരിക്കല്ലേ. ആൺകുട്ടികൾക്ക് മാത്രം എല്ലാ സൗകര്യങ്ങളും, പെൺകുഞ്ഞിന് ഒരു സൗകര്യവും കൊടുക്കാതിരിക്കുക. ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും നശിച്ചൊരു സ്വഭാവമാണത്. ഒരിക്കലും നമ്മളിൽ നിന്നതുണ്ടാകാൻ പാടില്ല. സൂക്ഷ്മത പാലിക്കണം കേട്ടോ. രണ്ട് മക്കൾക്കിടയിൽ നീതി പുലർത്തുക. അള്ളാഹു നന്നാക്കി ചെരുമാറാകട്ടെ. ഇനി മൂന്നാമത്തേത്, നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ കുട്ടികളോട് ചെയ്യേണ്ട ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തഖ്ദീമുഹ ബിസുഹഫി. അതായത് നീ ഒരു സമ്മാനം വാങ്ങിയാൽ, ഒരു ഗിഫ്റ്റ് വാങ്ങിയാൽ ആദ്യം പെൺകുട്ടികളെ പരിഗണിക്കാമെന്നാണ്. ആദ്യം പെൺകുട്ടികൾക്ക് കൊടുക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെൺകുഞ്ഞിനെ വല്ലാതെ പരിഗണിച്ചിരുന്നു. സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റൈഹാനതി, ഫാത്തിമ എൻ്റെ റൈഹാൻ പുഷ്പമാണ്. അറബികൾക്കിടയിൽ നല്ല സുഗന്ധം ഉണ്ടായിരുന്ന പുഷ്പമാണ് റൈഹാൻ, വളരെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഫാത്തിമ ബീവി എൻ്റെ റൈഹാനയാണ്, എൻ്റെ റൈഹാനച്ചാണ്, എൻ്റെ സുഗന്ധ പുഷ്പമാണ്. അതുപോലെ തന്നെ ഫാത്തിമത്തു ഖിത്വഅതു കബിദി, എൻ്റെ കരളിൻ്റെ കഷ്ണാണ് ഫാത്തിമ. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരളിൻ്റെ കഷ്ണാണ്. ശരീരത്തിൽ കരൾ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഒരു അവയവമാണ് അല്ലേ. ഹബീബായ തങ്ങൾ പറയുന്നത് ഫാത്തിമയെ കരളിൻ്റെ കഷ്ണമാണെന്നാണ്. അത്രമേൽ വല്ലാതെ പരിഗണിച്ചിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങൾ പറയുന്നത് കാണാം, മൻ ദഖല സൂഖ് ഫസ്തറാ തുഹ്ഫതൻ. ഒരാൾ ഒരു മാർക്കറ്റിൽ കയറി അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ കയറി അയാൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി, സമ്മാനങ്ങൾ വാങ്ങി. ഫഹസ്വലഹ ഇലാ ഇയാലിഹി, അവൻ്റെ കുടുംബത്തിലേക്ക് അത് കൊണ്ടുപോയി. കാനക ഹാമിലി സ്വദഖ, അത് സ്വദക്ക കയ്യിൽ പിടിച്ച് കൊണ്ടുപോകണവനെ പോലെയാണ്. കുടുംബത്തിലേക്ക് ഒരു സാധനം വാങ്ങി ഗിഫ്റ്റ് വാങ്ങി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് സ്വതക്ക കൊണ്ടുപോകുന്നത് പോലെയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? വലിയ സുബ്ഹാനല്ലാഹ്, ആൺകുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ മുൻപ് നീ പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കണേ. പലയിടത്തും സംഭവിക്കണത് എന്താ, പെൺകുട്ടി എവിടെയെങ്കിലുമൊക്കെ മാറിയിരിക്കും, ആൺപിള്ളേർക്ക് ആദ്യം അവിടെ ചക്രമോനെവിടെ ആദ്യം ആൺകുട്ടിയുടെ കൊടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് അവളുടെ മൂലക്കുണ്ട്, ഇന്ന മോളും പിടിച്ചോ. ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകളുണ്ട്, ഇന്നുണ്ട്, ഈ നൂറ്റാണ്ടിലുണ്ട്. നേർക്കാഴ്ചയെന്നോണം കാണുന്ന പല ആളുകളുമുണ്ട്. എത്ര മോശം സ്വഭാവമാണത്. ആൺകുട്ടിക്ക് എല്ലായിടത്തും പരിഗണനയുണ്ട്. പെൺകുഞ്ഞിന് വീട്ടിലെങ്കിലും നിങ്ങൾ പരിഗണന കൊടുത്തില്ല എങ്കിൽ ലോകം എങ്ങനെ അവളെ പരിഗണിക്കും? നിങ്ങളുടെയൊക്കെ മോളല്ലേ. യാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് പെൺകുട്ടികളാണ്. ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രണ്ടുപേരുടെയിൽ ഒരുമിച്ച് കൊടുത്തോ, ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് പരിഗണിച്ചോ. പക്ഷെ ആദ്യം പരിഗണന പെൺകുട്ടിക്ക് കൊടുക്കണം. ഇത് ആൺകുട്ടി കാണണം. കാരണം എന്താണെന്നറിയോ, പിന്നീട് അവൻ വളർന്ന് വലുതാകുമ്പോൾ അവൻ പെൺകുട്ടിയെ ഒരു രണ്ടാം തരമായിട്ടേ കാണുള്ളൂ. നിങ്ങൾ തന്നെ പെൺകുട്ടിക്ക് മര്യാദയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പെങ്ങളോടും അവൻ്റെ ഉമ്മയോടും ഇനി ആരാണ് അവൻ്റെ ഇണയാകാൻ പോകുന്നത് ആ ഇണയോടും അവൻ മാന്യമായിട്ട് പെരുമാറുള്ളൂ. കാരണം എന്താ, ഈ ഒരു സ്വഭാവം അവൻ വാപ്പായിൽ നിന്നും ഉമ്മയിൽ നിന്നും കണ്ടുപഠിച്ചിട്ടുണ്ട്. കണ്ടോ,
അപ്പോൾ ആദ്യം നിങ്ങളൊരു സമ്മാനം കൊണ്ടുവരാണെങ്കിൽ, ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാണെങ്കിൽ, ഒരു മിഠായി കൊണ്ടുവരാണെങ്കിൽ, വാപ്പിയുടെ മോളിവിടെ വന്നേ ആദ്യം മോക്ക്, വാപ്പിയുടെ മോനിവിടെ വന്നേ മോന് കൊടുക്കുക അല്ലേ? എന്ത് രസകരമായിരിക്കും അത്. അപ്പോൾ ആദ്യം പെൺകുട്ടിയെ പരിഗണിക്കുക എന്നുള്ളതാണ് കേട്ടോ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. നാലാമത്തേത്, പെൺകുഞ്ഞിന് ആവശ്യമായതെല്ലാം കൊടുക്കാം. ആൺകുട്ടിക്ക് ആവശ്യമായതെല്ലാം കൊടുക്കേണ്ടെന്നല്ല, ഇത് നമ്മൾ പെൺകുട്ടികളുടെ കാര്യം പറയണോണ്ടാണ് കേട്ടോ, അതങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പെൺകുഞ്ഞിന് ആവശ്യമായതെല്ലാം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായത് കൊടുക്കാതിരിക്കുക എന്നാണ്. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ ആല വാഹിദതൻ ഔ ഇത്നൈനി മിനൽ ബനാത്ത്. ഈ ആല, ഒരാൾക്ക് ഒരു പെൺകുട്ടിയോ രണ്ട് പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ അവരെ പോറ്റി വളർത്തുക എന്നാണ്. പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ഈ ആല എന്ന വാക്ക് അറബി ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ ആവശ്യമുള്ള വസ്തുക്കളെല്ലാം, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമൊക്കെ കൊടുത്ത് പോറ്റുന്നതിനാണ് ഈ ആല എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളത് കൊടുക്കുക, ആവശ്യമില്ലാത്തത് കൊടുക്കാതിരിക്കുക എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? വസ്ത്രമാണെങ്കിലും എൻ്റെ മക്കളുടെ ആവശ്യം തിരിച്ചറിയുന്നൊരവസ്ഥ ഉണ്ടാകണം. ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം, മൻ കുന്ന ലഹു സലാസു ബനാത്ത് വയർഹമുന്ന വജബത്ത് ലഹുൽ ജന്ന. സുബ്ഹാനല്ലാഹ്. അൽബച്ച, തീർച്ചയായും ഒരാൾക്ക് ഒരു 3 പെൺകുട്ടികളുണ്ടായി എന്ന് വെക്കുക. ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായി. അവരോട് കരുണ കാണിച്ചാൽ അവന് തീർച്ചയായും സ്വർഗമുണ്ട് എന്ന്, സ്വർഗം ഉറപ്പാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, വഇൻ കാനത് ഇസ്നതൈൻ, നബിയെ അപ്പോൾ 2 പെൺകുട്ടികളുള്ളവരോ? അവരോടും നിങ്ങൾ മാന്യത പുലർത്തിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി പറയാണ്, ഒരു പെൺകുട്ടിയുള്ളവരെന്ന് ആരും ചോദിച്ചില്ല, അത് ചോദിക്കാൻ ഒരു മടിയായിട്ടാണ്. പക്ഷേ ചോദിച്ചിരുന്നെങ്കിൽ മുത്തുനബി അതിനും സമ്മതം മൂളുമായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആ പെൺകുഞ്ഞിനോട് കരുണ കാണിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സുബ്ഹാനല്ലാഹ്. കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ നമുക്ക് കരുണ ഉണ്ടാവും അല്ലേ? നമ്മുടെ മക്കളോട് ശരിക്കും നമുക്ക് സ്നേഹമുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയുള്ളൂ. 99% ശരിക്കും സ്നേഹമില്ല. ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗ തുറന്നിട്ട് വിരലിങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഗ്യാസ് സ്റ്റൗ ഓപ്പൺ ചെയ്തിട്ട് ലൈറ്റർ വെച്ച് കത്തിച്ചിട്ട് ആ വിരലിങ്ങനെ കൊണ്ടുപോയി, അല്ലോ വാപ്പിയുടെ മോള്, ഉമ്മിയുടെ മോള് ഇല്ലേ, ഒരിത്തിരി അല്പം തീ കൊണ്ട് പൊള്ളുന്നത് പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എന്താ? കരുണയാണ് പെൺകുഞ്ഞിനോട്. എന്നാലേ നമ്മുടെ മോള് നാളെ ആഖിറത്തിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. കത്തിയെരിയുന്ന ദുനിയാവിലെ മുഴുവൻ ചൂടിൻ്റെയും 70 ഇരട്ടി ചൂടുള്ള നരകത്തിലേക്ക് നമ്മുടെ മോള് വലിച്ചെറിയപ്പെടുന്നൊരവസ്ഥ. എന്താ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലേ? ശരിക്കും നിങ്ങൾക്ക് കാരുണ്യം ഉണ്ടെങ്കിൽ ആ മകൾ നരകത്തിൽ പോയി വീഴാതിരിക്കാനുള്ള കാര്യങ്ങൾ ആ മകൾക്ക് ചെയ്തു കൊടുക്കും. പ്രായപൂർത്തി എത്തിയാൽ ആ കുട്ടിയെ കൃത്യമായി ഔറത്ത് മറക്കുന്ന വസ്ത്രധാരണം, നല്ല വസ്ത്രം മാത്രമേ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. ഹറാമായതിലേക്ക് ആ കുഞ്ഞിനെ പോകാൻ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങൾ സ്നേഹത്തോടെ ദീൻ പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് മക്കളോട് കാരുണ്യമില്ലാത്ത മാതാപിതാക്കളാണ് പെൺകുട്ടികളുടെ മദ്രസ മുടക്കുന്ന ആളുകൾ. പെൺകുഞ്ഞുങ്ങളുടെ മദ്രസ മുടക്കുന്നത് മക്കളോട് ഒരല്പം പോലും സ്നേഹമില്ലാത്തവരാണ്. നിങ്ങൾ എന്ത് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും പെൺകുട്ടികളുടെ മദ്രസ മുടക്കുന്നവർ തീർച്ചയായും വല്ലാഹി പെൺകുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്തവരാണ്. കാരണം എന്താ? യഥാർത്ഥ സ്നേഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പെൺകുട്ടികൾ നരകത്തിൽ പോയി വീഴാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. കാരണം ആ കുട്ടി നരകത്തിൽ പോയി വീഴാതിരിക്കണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം? ദീൻ പഠിച്ചിട്ടുണ്ടാകണം. ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കില്ല. ദീൻ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, 10ാം ക്ലാസ് എത്തി, ഉസ്താദേ പുള്ള അവിടെ വീട്ടിലിരുന്ന് പഠിക്കട്ടെ, സ്കൂളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇനി മദ്രസയ്ക്കായിട്ട് പോകില്ല, ഭയങ്കര ഇടങ്ങേറാണ് പുള്ളക്ക്. പുള്ളിനെ നമ്മൾ ഫ്രീ ആക്കി വിട് അല്ലേ? ആഖിറത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എല്ലാം കൊടുത്തു അവസാനം നരകത്തിൽ പോയി വീഴുന്നത് കണ്ട് നമുക്ക് സന്തോഷിച്ച് രസിക്കാം അല്ലേ? അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പടച്ചോനെ ഈ മനുഷ്യന്മാരെ, അതായത് നമ്മുടെ കുട്ടികൾ പറയും അത്രേ, ഞങ്ങളുടെ വാപ്പാനും ഉമ്മാനും ഒന്ന് കൊണ്ടുവന്നേ അല്ല, ഞങ്ങളുടെ തഹ്ത ഖദമൈൻ, ഞങ്ങളുടെ കാലിൻ്റെ ചുവട്ടിലേക്ക് ഇടല്ല, ഞങ്ങളൊന്ന് കയറിയവരുടെ നെഞ്ചിൻ്റെ മുകളിൽ കയറി നൃത്തം ചെയ്യട്ടെ. ഇവർ കാരണമാണ് ഞങ്ങൾ നരകത്തിൽ വീഴാൻ കാരണം. ഇവരെങ്ങനെയൊക്കെ എന്ത് ഹാജിയാരാണെങ്കിലും ഹജ്ജുമ്മയാണെങ്കിലും സ്വർഗത്തിലേക്ക് വിടലേ അല്ല, ഇവരെ ആദ്യം നരകത്തിലേക്ക് വലിച്ചെറിയണേ, പിറകെ ഞങ്ങൾ വന്നോളാന്ന് മക്കൾ പറയും. അല്ലാഹു ഖുർആനിൽ പറയാ. പറഞ്ഞത് മനസ്സിലെന്തോ? യഥാർത്ഥ കാരുണ്യം ഉണ്ടെങ്കിൽ ദുനിയാവിൻ്റെ വിഷയം മാത്രമല്ല ആഖിറത്തിനെ നമ്മൾ പരിഗണിക്കും. നമ്മുടെ മക്കൾക്ക് നമ്മൾ എല്ലാവിധ പ്രൊട്ടക്ഷൻ കൊടുക്കാറുണ്ട്. ശാരീരികമായ പ്രൊട്ടക്ഷൻ, നല്ല വീട്, നല്ല വസ്ത്രം, നമ്മളെക്കൊണ്ട് കഴിയണതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ മെൻ്റൽ ഹെൽത്ത് നമ്മുടെ മക്കൾക്ക് വേണം. മക്കളോട് സ്നേഹത്തോടെ പെരുമാറണം. സ്നേഹത്തോടെ പെരുമാറുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഈ ഒച്ചപ്പാടും ബഹളല്ലേ വീട്ടിൽ അല്ലേ? അവരുടെ കൂടെ അവരോടൊപ്പം അവരെപ്പോലെ ചിന്തിക്കണം എന്നാണ്. കുഞ്ഞായി ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഇച്ചിരി പൊട്ടിത്തെറിയും വാശിയൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളേതാ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഔലിയാക്കളായിട്ട് ജനിച്ചു വന്നത് അല്ലല്ലോ.
ഇച്ചിരി വാശിയും എല്ലാം പിണക്കങ്ങളുള്ള കുട്ടികളായിരിക്കുന്നേ. നമ്മളതുപോലെ തന്നെ കുഞ്ഞായി നോക്കി എന്ത് രസമാണ്. ഒരു പിതാവിൻ്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു പുതിയ കാർ എടുത്തിട്ട് മകനെ സർപ്രൈസ് ആക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ മകനെങ്ങനെ സർപ്രൈസ് ചെയ്യിച്ചപ്പോഴത്തേക്കും മകൻ എന്ത് ചെയ്തു, ആ കാറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അച്ഛനിങ്ങനെ വേറെ എവിടെയോ നോക്കി നിന്നപ്പോൾ കുട്ടി കാറിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് എന്തോ ഇങ്ങനെ വരച്ചിടുന്നത് കണ്ടു. ഈ മനുഷ്യൻ ദേഷ്യം വന്നിട്ട് ആ ഒരൊറ്റ ദേഷ്യത്തിന് ആ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് കുട്ടിയുടെ വിരൽ നോക്കി ഒരു അടി അങ്ങ് കൊടുത്തു. വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ആ കുട്ടി ബോധം കെട്ട് വീഴുകയുണ്ടായി. അങ്ങനെ വാരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയിട്ട് കുട്ടിയെ നേരെ അവർ ICUവിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, കുട്ടിയുടെ ആ വിരലുകൾ ഇനി ചലിക്കില്ല, ഇനി ആ വിരൽ കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ മനുഷ്യൻ ആകെ തകർന്നു പോകുന്നുണ്ട്. നേരെ കാറിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മകനിങ്ങനെ കുത്തി വരച്ചത് എന്താണെന്ന് ആ വാപ്പ ഇങ്ങനെ കാണുകയാണ്. എന്താ വരച്ച് വെച്ചേക്കണമെന്ന് വെച്ചാൽ, ഐ ലവ് യു ഡാഡ്, അച്ഛൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ്. ആ മനുഷ്യൻ്റെ മനസ്സ് നിങ്ങൾ വായിച്ചു നോക്കിയേ. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയിരുന്നെങ്കിൽ അയാൾ ആഗ്രഹിച്ചിട്ടുണ്ടാവൂലേ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സറിയണമെങ്കിൽ കുഞ്ഞായി മാറണം എന്നാണ് നമ്മൾ, അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോടൊപ്പം ആന കളിക്കുമായിരുന്നു. നമ്മൾ ആന കളിക്കാറുണ്ടോ ഏതെങ്കിലും വാപ്പായും മായും? എത്ര വയസ്സ് വരെ നമ്മൾ കളിക്കും, അല്ലേ? അപ്പോൾ അവിടെയൊക്കെ സൂക്ഷ്മത പാലിക്കുക. അതുകൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കണം. ബാപ്പായും ഉമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, പരസ്പരം ബാപ്പയും ഉമ്മയും വായിലേക്ക് വാരി വെച്ച് കൊടുക്കണം. ഇതെന്തിനാ? ഇത് മക്കൾ കാണാനാ. മക്കൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉള്ള സമയത്ത് അവർക്ക് കൂടെ പറയാൻ പറ്റിയ കാര്യങ്ങൾ സംസാരിക്കാം, അല്ലേ? കുട്ടികളുടെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടത് നിങ്ങൾ ഇത്തവണ മോഡി തോക്കും, നമ്മുടെ ഇന്ത്യ സഖ്യം ജയിക്കും, എടി മറ്റേ സുരേഷ് ഗോപിക്ക് മറ്റേത് കിട്ടിയിട്ടാ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയായി. ഇത് നിങ്ങൾ പിന്നെ ചർച്ച ചെയ്തോ? അവിടെ കുട്ടി ഇരിക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് എന്ത് സുരേഷ് ഗോപി, കുഞ്ഞിനെന്ത് നരേന്ദ്രമോദി? ആ കുഞ്ഞിനും കൂടെ കേൾക്കാൻ പറ്റിയ കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം. കുട്ടിയുടെ സ്കൂളിലെ കാര്യങ്ങൾ, കൊച്ചു കൊച്ചു കഥകൾ, ഇതൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു നോക്കിയേ. ആ കുഞ്ഞ് നിങ്ങളോടിങ്ങനെ ഒരു നിങ്ങളോടൊപ്പം സംസാരിക്കുക എന്നുള്ളത് ആ കുട്ടിക്ക് അഡിക്ഷനായി മാറും. ആ കുഞ്ഞ് എന്തുണ്ടെങ്കിലും തുറന്നു പറയും, അല്ലേ? തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുള്ള വീടുകളിലാണ് കുട്ടികൾ ഈ ഒളിച്ചോടുന്നൊക്കെ അവസ്ഥ ഉണ്ടാകുന്നത്. യഥാർത്ഥ സ്നേഹം ആസ്വദിക്കാത്ത കുഞ്ഞുങ്ങളാണ് പലപ്പോഴും സ്നേഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് ഞാൻ എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അവൾ പറയണതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അവൾ ഒളിച്ചോടി ഉസ്താദേ. പറയണതൊക്കെ മേടിച്ചു കൊടുത്താൽ പിന്നെ ഒളിച്ചോടാണ്ട് വീട്ടിലിരിക്കൂ. അതാണായാലും പെണ്ണായാലും ചില സമയത്ത് നോ പറയണം. നോ പറയൽ അത് സൈക്കോളജിക്കലി ഒരു ട്രീറ്റ്മെൻറ്റാണ്. സ്നേഹമുള്ള അച്ഛനമ്മയാണെങ്കിൽ എപ്പോഴും യെസ് പറയുന്നവരായിരിക്കില്ല, ചിലപ്പോഴൊക്കെ നോ പറയണം. ചിലപ്പോഴൊക്കെ എപ്പോഴും നോ പറയുന്നവരാകരുത്. അതായത് കുഞ്ഞിന് സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം. കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അച്ഛനമ്മയും കൊടുക്കണം, ബാപ്പായും ഉമ്മയും കൊടുക്കണം. ഇതല്ലെങ്കിലാണ് വല്ലവൻ്റെ സ്നേഹം കാണുമ്പോൾ അതിലേക്ക് പോയിപ്പെടുക. അതുപോലെ തന്നെ യഥാർത്ഥ സ്നേഹം എന്താണെന്ന് വീട്ടിൽ നിന്ന് കണ്ടുപഠിക്കണം. നിങ്ങളെപ്പോഴും വഴക്കും ബഹളവും ഒക്കെയാണ് അച്ഛനമ്മയെങ്കിലും ആ കുഞ്ഞ് ഓടിപ്പോയില്ലെങ്കിലാ അത്ഭുതമുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾ ചീത്തയാകാൻ കാരണം മാതാപിതാക്കളാണ്. 100% സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ കുഞ്ഞുങ്ങളോട്, പെൺകുട്ടികളോട് കരുണ കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുക, ആവശ്യമില്ലാത്ത കൊടുക്കരുത്. നല്ല വസ്ത്രം, ഔറത്ത് മറയുന്ന വസ്ത്രം കൊടുക്കുക, നല്ല ഭക്ഷണം, നല്ല കോളേജ്, നല്ല വിദ്യാഭ്യാസം, കണ്ടോ, ദീൻ കൊടുക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റായി കുഞ്ഞിന് കൊടുക്കേണ്ടതാണ്. മൊബൈൽ ആവശ്യത്തിന് മാത്രം കൊടുക്കുക, അനാവശ്യമുള്ളപ്പോൾ കൊടുക്കരുത്. ആവശ്യങ്ങൾ പരിഗണിച്ച് കുഞ്ഞിനോട് കരുണ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുക, അല്ലെങ്കിൽ അപകടമാണത്. മനസ്സിലായോ? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇനി 5-ാമത്തേത്, അവളെ നന്നായി വിദ്യാഭ്യാസവും കൊടുത്ത് ദീനും എല്ലാ ഭൗതികമായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. അവൾക്ക് കുഫു വെക്കുന്ന, അതായത് നല്ല ദീനുള്ള, നല്ല സ്വഭാവമുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. ഇത് വാപ്പാടുമാടെ ഉത്തരവാദിത്തമാണ്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി 2 കാര്യം പറഞ്ഞത്. ഒന്ന്, നമ്മൾ പെണ്ണിൻ്റെ പല സ്വഭാവങ്ങൾ അന്വേഷിക്കും, പയ്യൻ്റെ എന്താ നമ്മൾ നോക്കുക, അല്ലേ? പെണ്ണിന് കൃത്യമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും നമ്മൾ. പയ്യൻ്റെ കാര്യം അന്വേഷിക്കേണ്ടത് ആദ്യം പറയുന്നത് 2 കാര്യങ്ങളാണ്. നല്ല സ്വഭാവം, ദീൻ, രണ്ടുണ്ടെങ്കിൽ ഓക്കെ. നമ്മളാകെ നോക്കുക, സമ്പത്തുണ്ടോ, വീടിൻ്റെ വലിപ്പം കൂടുതലാണോ, തറവാടിത്തമുണ്ടോ, 4 ആളെൻ്റെ മുകളിലെ കെട്ടിച്ചുകൊണ്ടാണോ വീട് കാണുമ്പോഴത്തേക്കും എടി ചെറിയ വീടാണല്ലോ എന്ന് പറയുമല്ലോ എന്ന് ഓർത്ത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് അനുഭവിക്കണത് നിങ്ങൾ തന്നെ കാണേണ്ടി വരും. നല്ല സ്വഭാവമുള്ള പയ്യനാണോ, ദീനുള്ള പയ്യനാണോ, പൈസക്ക് അവൻ ഉണ്ടായിക്കോളൂന്നേ, അള്ളാഹ് കൊടുത്തോളും. കിട്ടിയ മുത്താണ്, അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും.
മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്നും നോക്കണ്ടെന്നല്ല, സമ്പത്തും തറവാടൊന്നും നോക്കണ്ടെന്നല്ല. നമുക്ക് സാമ്പത്തികമായുണ്ട്, നമുക്ക് തറവാടിത്തുണ്ടെങ്കിൽ നമുക്ക് തറവാടും സാമ്പത്തികവും ഒക്കെ നോക്കുന്നുണ്ട്, വിരോധമില്ല. പക്ഷേ എല്ലാത്തിനും അപ്പുറം ആദ്യം പരിഗണന കൊടുക്കേണ്ടത് നല്ല സ്വഭാവത്തിനും ദീനിനുമാണ്. അങ്ങനെ പരിഗണന കൊടുത്ത് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? ഈ 5 കാര്യങ്ങൾ പെൺകുഞ്ഞുങ്ങൾ ജനിച്ച മാതാപിതാക്കൾ നിർബന്ധമായിട്ട് ചെയ്തില്ല എങ്കിൽ പണി കിട്ടും, ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. സ്വഭാവലഹർ കുടുംബത്തിൽ ഒരുപാട് ആളുകളാണ് പെൺകുഞ്ഞുങ്ങളുള്ള ആളുകൾ അല്ലേ? അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണേ, വലിയ സന്തോഷം. എനിക്ക് 2 പെൺകുട്ടികളാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. നമ്മുടെ ആൺകുട്ടികളെ അള്ളാഹു തആല സ്വാലിഹ്യങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആണായാലും പെണ്ണായാലും അത് മുത്തുമണികളാണ്. അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് നമ്മുടെ മക്കളുടെ വിഷയങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പാരൻറ്റിങ് മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ പലപ്പോഴും സംഘടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുക, നമ്മുടെ ലൈഫിൽ അതൊക്കെ അപ്ലൈ ചെയ്യുക, നമ്മുടെ പൊന്നുമക്കളെ ദീനിയായിട്ട് വളർത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മക്കളില്ലാതെ വേദനിക്കുന്നവരെത്ര പേരാ അല്ലേ? കാരുണ്യവാനായ റബ്ബ് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാളെ വ്യാഴാഴ്ച ദിവസമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വലാത്തും അതുപോലെ തന്നെ ദുആ വസിയത്തുകളൊക്കെ അറിയിക്കാനായിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതും നിങ്ങൾ കഴിയുന്ന സ്വലാത്ത് എത്രയാണെന്ന് ഗ്രൂപ്പിൽ അറിയിക്കുക. നമ്മളത് ഇൻഷാ അല്ലാഹ് നിങ്ങളതൊക്കെ ഏറ്റെടുത്ത് ഗ്രൂപ്പിൽ അറിയിക്കുക. കഴിവതും ചൊല്ലുക, ഇപ്പോൾ ചൊല്ലി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു അറഫ രാവിൻ്റെ ഈ മജ്ലിസിലേക്ക് അതിന് മുമ്പായിട്ട് ചൊല്ലി തീർക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ സദസ്സിൻ്റെ ഹൃദ്യമായ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ സമ്മാനത്തിന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകനാണ്. വഫാത്തായത് എത്രാമത്തെ വയസ്സിലാണെന്ന് ചോദിച്ചു. 1 വയസ്സും ചില്ലറ മാസമാണ്. അതായത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. 2 വയസ്സ് തികച്ചിട്ടില്ല ഒരു റിപ്പോർട്ട് പ്രകാരം. മൊത്തം 16 മാസമോ അല്ലെങ്കിൽ 18 മാസമോ ജീവിച്ചിട്ടുള്ളൂ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ അല്ലേ? ഹബീബായ ചങ്ങൾ. നമ്മൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹ്ക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് ചിന്തിക്കല്ലേ. അള്ളാഹുവിന് ഇഷ്ടമുള്ള മുത്തുനബി തങ്ങൾ അല്ലേ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങളുടെ കുഞ്ഞ് ഈ ചെറുപ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹുവിൽ ഏറ്റവും അടുത്ത് കഴിഞ്ഞാലാണ് പടച്ചോനിങ്ങനെ പരീക്ഷിക്കുക. നമ്മളെ അള്ളാഹ് സ്നേഹിക്കുന്നുണ്ട്, അതിൻ്റെ തെളിവാണത്. അള്ളാഹു നമ്മുടെ മക്കൾക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. ചെറിയ കുഞ്ഞുമക്കൾ മരണപ്പെട്ട് ഒരുപാട് സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യാറുണ്ട്. സങ്കടപ്പെടല്ലേ, നാളെ ആഖിറത്തിൽ നിങ്ങൾ ലക്കികളാണ്. കാരണം എന്താണെന്നറിയോ? ഈ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കും, പപ്പാനെയും ഉമ്മാനെയും കാത്തിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ. അല്ലാഹ്, എന്തൊരു മഹാഭാഗ്യമാണത്. സങ്കടപ്പെടല്ലേ കേട്ടോ. അള്ളാഹു വലിയവനാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നുമക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം സൂറത്തുൽ ഫജ്ർ ഇല്ലേ? നമ്മൾ ദുൽഹജ്ജിലെ ആദ്യ 10ൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു. വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെ സത്യം. അത് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 രാത്രികളാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ സൂറത്ത് തുടങ്ങുന്ന വൽ ഫജ്ർ, പ്രഭാതം തന്നെ സത്യം. ആ പ്രഭാതം ഏത് പ്രഭാതത്തെക്കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പരാമർശിച്ചിട്ടുള്ളത്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമുർറഹീമായ റബ്ബേ, പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കൺകുളിർമ നൽകണേ അല്ലാഹ്. വഴികേടിലാക്കല്ലേ അല്ലാഹ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവരാക്കല്ലേ അല്ലാഹ്. അതവുള്ള മക്കളാക്കണേ അല്ലാഹ്. ദുന്നവിയും ഉഖ്റവിയുമായി ഉയരാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും വിജയം നൽകണേ അല്ലാഹ്. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാഹ്.
പടച്ചവനെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാക്കല്ലേ അല്ല. ഞങ്ങളെ വിട്ട് കണ്ടവരുടെ കൂടെ ഒളിച്ചോടി പോകുന്ന മക്കളാക്കല്ലേ അല്ല. പടച്ചവനെ മക്കൾക്ക് മാതൃകായോഗ്യരായ മാതാപിതാക്കളായി ഞങ്ങളെ നീ മാറ്റി തീർക്കണേ അല്ല. ഞങ്ങളുടെ ഇണകളെ നീ നന്നാക്കണേ അല്ല. അർഹമുർറാഹിമായ റബ്ബേ, പാപങ്ങളേറെ ചെയ്തു പോയവരാണ്, നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്തു നൽകണേ അല്ല. ഈ വിശുദ്ധമായ ദിനരാത്രങ്ങളുടെയൊക്കെ വറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളൊക്കെ പുറത്തു തരണേ അല്ല. ഖൽബ് നന്നാക്കണേ അല്ല. ഈമാനിൽ വർധനവ് നൽകണേ അല്ല. പടച്ചവനെ മക്കളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. യാ റബ്ബന, നീ അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. അർഹമുർറാഹിമായ റബ്ബേ, സിസേറിയൻ പറഞ്ഞവരുണ്ട്, എളുപ്പത്തിൽ നീ അത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. വീടില്ലാത്ത സങ്കടം പറഞ്ഞവർ ഹൈറായ ഭവനം നൽകണേ അല്ല. യാ റസ്സാഖ്, ഞങ്ങളുടെ ഭക്ഷണം നീ മുട്ടിക്കല്ലേ അല്ല. ഭക്ഷണത്തിൽ വർധനവ് നൽകണേ അല്ല. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ല. ജനമധ്യത്തിൽ നാണം കെടുച്ചല്ലേ അല്ല. പടച്ചവനെ വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ല. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും കബറുകളിലാണ്, നീ മഗ്ഫിറത്ത് നൽകണേ അല്ല. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ ഈ സ്വബാഹുൽ ഖൈർ സദസ്സ് ഇത് കാണുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിൽ പങ്കെടുക്കുന്നവർ, ഇതിൽ കമൻറ്റ് ചെയ്യുന്നവർ, ഇത് ലൈക്ക് ചെയ്തിട്ടാണെങ്കിലും ഈ സദസ്സിനെ സ്നേഹിക്കുന്നവർ, യാ അല്ലാ യാ അല്ലാ, എല്ലാവരെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.